കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സഹോദരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുന്നു. വീഡിയോ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ മൃഗങ്ങളുടെ അക്രമം കൊണ്ട് ജീവൻ പൊലിഞ്ഞു പോയ പല സംഭവങ്ങളും നമ്മൾ പത്രങ്ങളിലും ടി വിയിലൊക്കെ നമുക്ക് വായിക്കുവാനായിട്ട് കാണുവാനായിട്ടൊക്കെ ഇടയായി. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ജീവനേക്കാൾ മൃഗത്തിൻ്റെ ജീവന് വില കൽപ്പിക്കുന്ന ചില നിയമങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് ആന മനുഷ്യനെ കൊന്നാലും ആനയെ സംരക്ഷിക്കുക, മനുഷ്യനെ അവഗണിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പട്ടി മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ പട്ടിയെ സംരക്ഷിക്കുക, പട്ടിയെ കല്ലെറിയുന്നവനെയും പട്ടിയെ തല്ലുന്നവനെയും ഒക്കെ ശിക്ഷിക്കുക. അങ്ങനെ മൃഗത്തിനെ സംരക്ഷിക്കുന്ന, മൃഗത്തെ സ്നേഹിക്കുന്ന, മൃഗത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ദൈവത്തെ അറിയാത്ത ജനം ഉണ്ടാക്കിയ നിയമങ്ങളാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, വടക്കേന്ത്യയിലൊക്കെ ദൈവസങ്കല്പം കൊണ്ട് പശുവിനെ ആരാധിക്കുന്നു. അപ്പോൾ പശുവിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ പശുവിനെ ഉപദ്രവിക്കുന്നവനെ അവരെ കൊന്ന് കുഴിച്ചു മൂടും എന്നുള്ളതാണ്. അപ്പോൾ പശു, പട്ടി, ആന ഇങ്ങനെ മുതലായ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന നിയമങ്ങളും വിശ്വാസങ്ങളും ഒക്കെയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളാൽ മനുഷ്യരെക്കാൾ അധികമായി മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസ സമൂഹത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. വിശ്വാസത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതേ സാഹചര്യങ്ങൾ അവിടെയും ഞാൻ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ആഗ്രഹിച്ചത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സുവിശേഷം പറയാനായിട്ട് ഞാൻ ഈ വീടുകളിലൊക്കെ വിസിറ്റ് ചെയ്തിരുന്ന സമയത്ത് പല വീടുകളിലും ചെന്ന് സുവിശേഷം പറയുമ്പോൾ അവരിങ്ങനെ ചോദിക്കും, ഞങ്ങളും നിങ്ങളും തമ്മിൽ എന്നാ വ്യത്യാസമുള്ളതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജീവിതവും തമ്മിൽ എന്നാ വ്യത്യാസമുള്ളതെന്ന് അവർ ചോദിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, രക്ഷിക്കപ്പെടാത്തവരും രക്ഷിക്കപ്പെട്ടവരും തമ്മിൽ എന്നാ ജീവിതത്തിന് വ്യത്യാസമുള്ളതെന്ന് ചോദിച്ചാൽ എടുത്തു പറയത്തക്കവണ്ണം ഒരു വ്യത്യാസം നമ്മുടെ ഇടയിൽ ഇല്ല എന്നുള്ളതൊരു പരമാർത്ഥമായ കാര്യമാണ്. അതെന്തുകൊണ്ടാണ് എടുത്തു പറയത്തക്കവണ്ണം ഉള്ള ഒരു വ്യത്യാസം നമ്മുടെ ഇടയിൽ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലുള്ളവരെ പോലെയും ലോകത്തിലുള്ളവർ ചെയ്യുന്നത് പോലെയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വ്യത്യാസമില്ലാത്തത്. യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ പറഞ്ഞു, ലോകത്തെയും ലോകത്തിലുള്ളവരെയും സ്നേഹിക്കരുത്. അപ്പോൾ ദൈവം സ്നേഹിക്കരുതെന്ന് പറഞ്ഞത് എന്താണോ അതിനെ നമ്മൾ സ്നേഹിക്കുകയും, ദൈവം സ്നേഹിക്കണമെന്ന് പറഞ്ഞത് എന്താണോ അതിനെ നമ്മൾ പകയ്ക്കുകയും വെറുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ലോകത്തെയും ലോകത്തിലുള്ളവരെയും നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ ലോകത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ദൈവം സ്നേഹിക്കാൻ പറഞ്ഞതിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അവിശ്വാസികളായ മനുഷ്യരുടെ ജീവിതവുമായിട്ട് നമ്മൾ തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് എടുത്തു പറയത്തക്കവണ്ണം വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകക്കാരെ പോലെ തന്നെ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാനാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വിശ്വാസിയായ സഹോദരി സഹോദരന്മാരുടെ വീടുകളിൽ വളർത്തുന്ന ഒരു മൃഗമാണ് പട്ടി എന്ന് പറയുന്നത്. അതായത് നായ്ക്കളെ വളർത്തുന്ന ഒരുപാട് വിശ്വാസ ഭവനങ്ങളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് വിശ്വാസികൾ നായ്ക്കളെ വളർത്തുന്നത്?
അപ്പോൾ ഒരിക്കൽ ഞാനൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ദേവദാസൻ്റെ വീട്ടിലാണ്. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പട്ടിയുണ്ട്. അപ്പോൾ ഒരു 10,000-10,000 രൂപ ഒക്കെ മുടക്കി ഒരു പട്ടിക്കൂടൊക്കെ ഉണ്ടാക്കി അതിനകത്ത് 10,000-10,000 രൂപയിലുള്ള ഒരു പട്ടീനെ മേടിച്ചിട്ട് അങ്ങനെ അവരിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പം ഞാൻ ചെന്നപ്പോൾ ഞാനിങ്ങനെ അവരോട് ചോദിച്ചു, എന്തിനാ ദേവദാസ ഈ പട്ടീനെയൊക്കെ നമ്മൾ വളർക്കണമെന്ന് ചോദിച്ചു. അപ്പം നേരം അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞു, അതെനിക്ക് വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വാതിലടച്ചിട്ട് പെരയ്ക്കകത്തിരിക്കുകയാണല്ലോ. അപ്പോൾ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം പട്ടി കുരച്ച് ആരോ വന്നിട്ടുണ്ടെന്നുള്ള വിവരം അവരെ അറിയിക്കും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, ഈ വീട് പൂട്ടിയിട്ടിട്ട് അവരെവിടെയെങ്കിലും പോവുമല്ലോ. അപ്പം വീട് സൂക്ഷിക്കാനായിട്ടൊരു കാവൽക്കാരൻ എന്ന നിലയിലാണ്, അതായത് ആ വളപ്പിനകത്ത് ആരെയും ആ പട്ടി കയറ്റില്ല. അപ്പോൾ ആ വീട് സൂക്ഷിക്കുന്ന ഒരു കാവൽക്കാരനാണ് പട്ടി. അപ്പം ഇങ്ങനെ ചില ഗുണങ്ങൾ ആ പട്ടിയെക്കുറിച്ച് പറഞ്ഞു. അത് തന്നെയല്ല, മനുഷ്യനേക്കാൾ കൂടുതൽ സ്നേഹം ആ പട്ടിക്ക് ഞങ്ങളോടുണ്ടെന്നാണ് പറയുന്നത്. അത് പലരും പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. അതായത് പട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പട്ടി വാലെങ്കിലും ആട്ടും, പട്ടിക്ക് സ്നേഹമുണ്ട് എന്ന് പറയും. അപ്പം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം, പട്ടി ബുദ്ധിയുള്ള ഒരു മൃഗമാണ്. പട്ടിക്ക് സ്നേഹമുണ്ട്. കാരണം പട്ടിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ലാളിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് നമ്മളോടും അതുപോലെയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ പട്ടിക്ക് സ്നേഹമുള്ളത് കൊണ്ട്, ബുദ്ധിയുള്ളത് കൊണ്ട്, വീട്ടിലാരെങ്കിലും വന്നാൽ നമ്മളെ അറിയിക്കുന്നത് കൊണ്ട്, വീട് സൂക്ഷിക്കുന്നത് കൊണ്ട്, അങ്ങനെയുള്ള പല കാരണങ്ങൾ പറഞ്ഞാണ് പട്ടിയെ വളർത്തുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യം എന്നറിയോ, ആ ദേവദാസൻ പറഞ്ഞത്, അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു ദാസനാണ്, ഒരു വലിയ സഭയുടെ സംഘടനയുടെ നേതാവുമാണ്. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം വീട് സുരക്ഷിതമായിട്ട് കാക്കാൻ ആരെയാണ് ഏൽപ്പിക്കുന്നതെന്നറിയോ, പട്ടീനെയാണ്. അദ്ദേഹം പട്ടിയിലാണ് വീട് സംരക്ഷിച്ചോളൂ എന്നുള്ള ആ ഒരു ആശ്വാസം കണ്ടെത്തുന്നത് പട്ടിയിലാണെന്നുള്ളതാണ്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞെന്നാ, യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ, യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ, അപ്പം ദൈവം കാക്കാത്ത ഭവനവും ദൈവം കാക്കാത്ത പട്ടണവും ഒന്നും ശാശ്വതമല്ല എന്നുള്ളതാണ്. മനുഷ്യൻ എന്തെല്ലാം കാണിച്ചാലും അതെല്ലാം വൃഥാവാണ്. അപ്പോൾ ദൈവം ഭവനം പണിയണം, ദൈവം ഭവനം കാക്കണം, ദൈവം പട്ടണം കാക്കണം, ഇതെല്ലാം ദൈവം കാക്കേണ്ടതാണ്. ദൈവം സംരക്ഷിക്കേണ്ട ഭവനത്തെ പട്ടിയെ ഏൽപ്പിച്ചിട്ട് പുറത്തു പോകണമെന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ദൈവഭക്തി ഉണ്ട് എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇതാണ്, ഈ സ്വന്തം കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പട്ടിയെ സ്നേഹിക്കുന്നു. ഞാൻ പല വീടുകളിലും കണ്ടൊരു കാര്യമാണ്. വിശ്വാസികളുടെ വീട്ടിലെ കാര്യമാണ് പറയുന്നത്. അവർ പട്ടിയെ തലോടുന്നതും ലാളിക്കുന്നതും അതിനെ ചേർത്ത് പിടിക്കുന്നതും അതിനെ കിടക്കയിൽ കയറ്റി അല്ലെങ്കിൽ തീന്മേശയിൽ കയറ്റിയിരുത്തി ഫുഡ് കൊടുക്കുന്നതും ഒക്കെ കാണുമ്പോൾ കൂട്ടു സഹോദരന്മാരെ ഒന്ന് തലോടാനോ ഒന്ന് ലാളിക്കാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്നും കഴിയുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഇത്രമാത്രം പട്ടിയെ സ്നേഹിക്കുന്ന ആ സഹോദരന്മാർ അതേപോലെയുള്ള ഒരു സ്നേഹപ്രകടനം സഹവിശ്വാസികളോട് കാണിക്കുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ഞാൻ സഹോദരന്മാരെ ഞാനിങ്ങനെ പറയാം, വേദപുസ്തകം എതിർക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കാത്ത കാര്യങ്ങളെ വിശ്വാസ സമൂഹം ഇന്ന് അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വേദപുസ്തകത്തിൽ എവിടെ നമ്മൾ പരിശോധിച്ചാലും നായ എന്ന് പറയുന്നത് അശുദ്ധ മൃഗമാണ്. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. അപ്പോൾ വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നായ അശുദ്ധമാണ് എന്നൊക്കെ മനസ്സിലാക്കാം. പഴയ നിയമം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 4 കാലുള്ളതും അതിൻ്റെ പാദം നിലത്ത് പതിഞ്ഞ് നടക്കുന്നതുമായ മൃഗങ്ങളൊക്കെ അശുദ്ധമാണെന്ന് ലേവ്യ പുസ്തകം 11-ാം അധ്യായം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും.
അപ്പോൾ ഇങ്ങനെ അശുദ്ധമായ രണ്ട് മൃഗങ്ങൾ, ഒന്ന് പന്നിയാണ്, മറ്റൊന്ന് പട്ടിയാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ പന്നിയും പട്ടിയും അശുദ്ധമായ മൃഗമാണെന്ന് വ്യക്തമായി പറയുമ്പോൾ അതിനെ നമ്മൾ വിശുദ്ധമായി കണ്ട് വിശുദ്ധന്മാരെക്കാൾ കൂടുതലായിട്ട് നമ്മൾ അതിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്തുള്ള ഒരു വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ, പട്ടിയെ നമ്മൾ ഭക്ഷിക്കുന്നില്ല, പട്ടിയെ നമ്മൾ സ്നേഹിക്കുന്നു, അതിനെ വളർത്തുന്നു, കൊണ്ടു നടക്കുന്നു. പന്നിയെ നമ്മൾ പലരും, വിശ്വാസികളിൽ പലരും വീട്ടിൽ പന്നിയെ വളർത്തുന്നില്ല, പക്ഷെ പന്നിയെ നമ്മൾ ഭക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ രസകരമായ ഒരു സംഭവമുണ്ട്. ഒരു സഹോദരൻ പന്നി ഫാം തുടങ്ങി. അപ്പോൾ പന്നി ഫാം തുടങ്ങുന്ന കാര്യം എന്നോട് പറഞ്ഞു, സഹോദരൻ ഞാനിങ്ങനെ ജീവിക്കാനൊരു മാർഗമായിട്ട് ഞാനിങ്ങനെ കുറേ പന്നി കുഞ്ഞുങ്ങളെ മേടിച്ച് വിട്ട് ഒരു പന്നി കൃഷി തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. കാരണം വെച്ചാൽ ആ സഹോദരൻ വിശ്വാസത്തിലൊക്കെ വന്നിട്ട് അധികം നാളൊന്നും ആയില്ല. അപ്പോൾ ആ സഹോദരൻ ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊന്നും പരാമർശിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, പന്നി ഫാം ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ പാസ്റ്റർ വന്നേന്ന് പറഞ്ഞു. അപ്പൊ പന്നിക്കൃഷി തുടങ്ങിയ സഹോദരന്റെ പന്നി ഫാം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യാനായിട്ട്, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാനായിട്ട് പാസ്റ്റർ ചെന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. യഹൂദന്മാർക്ക് പന്നി നിഷിദ്ധമായ മൃഗമാണ്, പട്ടിയും പന്നിയും നിഷിദ്ധമായ മൃഗമാണെന്ന് വേദപുസ്തകം പറയുമ്പോൾ വേദപുസ്തകം അംഗീകരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നിഷിദ്ധമായ മൃഗങ്ങളെ നമ്മൾ വളർത്തുന്നു, തിന്നുന്നു എന്നുള്ളതാണ്. അതിനിവർ കണ്ടെത്തിയ ചില ന്യായങ്ങളുണ്ട്. എന്നറിയോ? ഇപ്പൊ പന്നിയെ ബഹുഭൂരിലക്ഷം പേരും പന്നിയെ വളർത്തുന്നില്ല, പക്ഷെ അനേകർ പന്നിയുടെ ഇറച്ചി ഭക്ഷിക്കുന്നവരാണ്. അതിനും അവർ കണ്ടെത്തിയ ന്യായങ്ങളുണ്ട്. അതുപോലെ തന്നെ പട്ടിയെ വളർത്തുന്നു, പട്ടി അശുദ്ധമായ മൃഗമാണ്, അതിനെ വളർത്തുന്നതിനും അവർ കണ്ടെത്തിയ ന്യായങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പത്രോസ് അപ്പോസ്തലൻ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥനയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വിശന്നപ്പോൾ ഒരു വിവശതയുണ്ടായി. ആ വിവശതയിൽ ആകാശം തുറന്ന് അതിൽ നിന്ന് 4 കോണും കെട്ടിയ ഒരു തുപ്പട്ടി പോലെ ഒരു പാത്രം ഇറങ്ങി വന്നു. അപ്പം ആ പാത്രത്തിൽ ഭൂമിയിലുള്ള സകല നാൽക്കാലികളും ഇഴജാതികളും പറവകളും ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിനോട് പറഞ്ഞു, അറുത്ത് തിന്നാൻ പറഞ്ഞൊരു ശബ്ദം ഉണ്ടായി. അപ്പോൾ പത്രോസ് പറഞ്ഞു, അത് മലിനമാണ് കർത്താവേ, ഞാനത് തിന്നത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ശബ്ദം വീണ്ടും ഉണ്ടായി. അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലാണ് ആ ശബ്ദം വീണ്ടും ഉണ്ടായിട്ട് പറഞ്ഞിങ്ങനെയാണ്, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുതെന്ന ആ ശബ്ദം രണ്ടാമതുണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഭൂമിയിലെ നാൽക്കാലികളെയും മൃഗങ്ങളെയും ഇഴജാതികളെയും പറവകളെയും എല്ലാം ദൈവം ശുദ്ധീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് അതിനകത്ത് പട്ടിയും പന്നിയും ഒക്കെ ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ദൈവം ശുദ്ധീകരിച്ചത് കൊണ്ട് വിശ്വാസികൾക്ക് അതൊക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഒരു സഹോദരൻ ഒരിക്കലും എന്നോട് പറഞ്ഞത്. മറ്റൊന്ന് പറഞ്ഞത് എന്നാ വെച്ച് കഴിഞ്ഞാൽ, ഈ പന്നിമാംസം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് പഴയ നിയമത്തിൽ അത് വിലക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, പുതിയ നിയമത്തിൽ അത് വിലക്കിയിട്ടില്ല. അപ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ ഈ പന്നിയെ അശുദ്ധമായിട്ട് തന്നെയാണ് കണ്ടേക്കുന്നത്. വിശുദ്ധമായിട്ട് പന്നിയെയും പട്ടിയെയും പുതിയ നിയമത്തിലും പറഞ്ഞിട്ടില്ല. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഈ അപ്പോസ്തലപ്രവൃത്തികളിൽ പത്രോസാണ് പറഞ്ഞത്, ഇങ്ങനെ തുപ്പട്ടി ഇറങ്ങിയൊന്നും അതിനകത്ത് സകല മൃഗങ്ങളും ഉണ്ടായിരുന്നു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞ പത്രോസ് തന്നെയാണ്. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ കൃപ വിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയെ അഗണ്യമായി വിചാരിക്കുന്നവരെ പത്രോസ് ഉപമിച്ചത് ആരോടെന്നറിയോ? സ്വന്തം ഛർദിക്ക് തിരിയുന്ന നായിനോടും കുളിച്ചിട്ട് ചേറ്റിൽ ഉരുളുന്ന പന്നിയോടുമാണ് ഉപമിച്ചത്. അപ്പോൾ അതൊരു പത്രോസ് വീണ്ടും ലേഖനം എഴുതുമ്പോൾ പറയുന്നത് അതൊരു അശുദ്ധ മൃഗമാണെന്ന് തന്നെയാണ്. അപ്പോസ്തലപ്രവൃത്തികളിൽ പത്രോസിനോട് ദൈവദൂതൻ പറഞ്ഞത്,
അതിന് ദൈവം വിശുദ്ധീകരിച്ചതാണെന്ന് പറഞ്ഞു എങ്കിൽ പത്രോസ് ലേഖനം എഴുതുമ്പോഴും പറഞ്ഞത് അത് അശുദ്ധ മൃഗമാണെന്ന് തന്നെയാണ്. കാരണം ആ മൃഗത്തെ പോലെ ആകും എന്നാണ് പറഞ്ഞത്. ദൈവകൃപയെ അവഗണിക്കുന്നവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സത്യത്തെ അംഗീകരിക്കാത്തവരെ ആരോടെ ഉപമിച്ച്? അശുദ്ധ മൃഗങ്ങളോടാണ് ഉപമിച്ചത്. അപ്പോൾ പുതിയ നിയമത്തിൽ പട്ടിയും പന്നിയും ഒന്നും വിശുദ്ധ മൃഗമാണെന്ന് പറയുന്നില്ല. അതൊക്കെ അശുദ്ധ മൃഗമായി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അശുദ്ധ മൃഗങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് പട്ടിയെ സ്നേഹിക്കുന്നു, പട്ടിക്ക് ബുദ്ധിയുണ്ട്, പട്ടി വീട് കാക്കും, പട്ടിക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ട് പട്ടിയെ വളർത്തുന്നു. പന്നിയെ നമുക്ക് ഭക്ഷിക്കാം, അതുകൊണ്ട് നമ്മൾ പന്നിയെ ഇഷ്ടപ്പെടുന്നു. അനേകരും പന്നിയെ വളർക്കുന്നില്ലെങ്കിലും പന്നിയെ മാംസം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പട്ടിയെ വളർത്തുന്നു, പന്നിയെ ഭക്ഷിക്കുന്നു. അപ്പോൾ ഈ പത്രോസിനോട് തുപ്പട്ടിയിൽ ഇറങ്ങി വന്ന എല്ലാ മൃഗങ്ങളെയും അറുത്ത് തിന്നോളാനാണ് പറഞ്ഞത്. എല്ലാ മൃഗങ്ങളെയും അറുത്ത് തിന്നാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ അറുത്ത് തിന്നാത്ത മൃഗമാണ് ഈ പന്നി എന്ന് പറഞ്ഞത്. പന്നിയെ അറുത്തല്ല തിന്നണേ. പന്നിയെ ആദ്യം നെറ്റിക്ക് ഇടിച്ച് അതിനെ കൊന്നതിന് ശേഷമാണ് അതിനെ മുറിക്കണത്. അത് തന്നെയല്ല, ഈ ഭൂതലത്തിലുള്ള എല്ലാ പർവ്വജാതിയും ഇഴജാതിയും നാൽക്കാലിയും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിനെ എല്ലാത്തിനെയും തിന്നുന്നില്ല. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതിനെ മാത്രം നമ്മൾ തിന്നുന്നു, നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ നമ്മൾ തിന്നുന്നില്ല. അതുപോലെ നമ്മൾ ഇഷ്ടമുള്ളതിനെ നമ്മൾ വളർത്തുന്നു, നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ നമ്മൾ വളർത്തുന്നില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഓരോ ചെയ്തികളും നമ്മൾ വേദപുസ്തകത്തെ മാനദണ്ഡമാക്കിക്കൊണ്ടല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ അനിഷ്ടങ്ങളും നോക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാനീ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതാണ്. നമ്മൾ പട്ടിക്ക് വില മതിക്കുന്ന ആ വില പോലും നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് നമ്മൾ നൽകുന്നില്ല എന്നുള്ളത് പരിതാപകരമായ ഒരു കാര്യമാണ്. ഞാൻ എല്ലാവരെക്കുറിച്ചും അല്ലട്ടോ ഈ പറയുന്നത്. അനേക സ്ഥലങ്ങളിൽ ഞാനത് കണ്ടതുകൊണ്ടാണ് പറയുന്നത്. അവരാ വളർത്തുനായോട് കാണിക്കുന്ന സ്നേഹവും ആദരവും ബഹുമാനവും തലോടലും ഒന്നും കൂട്ടു സഹോദരങ്ങളോട് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സഹോദരന്മാരെ സ്നേഹിക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന, ആശ്ലേഷിക്കുന്ന, അവർക്ക് നന്മ ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവരെ അങ്ങനെ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഈ അശുദ്ധ മൃഗത്തോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും വിശുദ്ധന്മാരായ സഹോദരന്മാരോട് നാം കാണിക്കാത്തതെന്ത്? അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണം ചെലവഴിക്കുന്നത് ഈ അശുദ്ധ മൃഗത്തിന് വേണ്ടി ചെലവഴിക്കുന്ന അത്രയും നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ചെലവഴിക്കുന്നില്ല. അപ്പോൾ ഒരു പട്ടിക്ക് ഒരു അസുഖം വന്നാൽ അതിനെ കാറിൽ കയറ്റി മൃഗാശുപത്രി കൊണ്ടുപോയി ചികിത്സിച്ച് അതിനെ വീട്ടിൽ കൊണ്ടാക്കുന്ന അത്രയും ആത്മാർത്ഥത നമ്മുടെ വീട്ടിലോ നമ്മുടെ സഭയിലോ ഒരു രോഗമുള്ള സഹോദരന്മാരുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി ചികിത്സിച്ച് അവർക്ക് പണം മുടക്കി അവരെ വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു സ്നേഹപ്രകടനമൊന്നും നമ്മളിൽ ഇല്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. അപ്പോൾ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ പറയാം. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ച് പ്രസ്താവിക്കുവാൻ രക്ഷിക്കപ്പെടാത്തവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവരൊരു മറുചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജീവിതവും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മുടെ ജീവിതത്തിന് എടുത്തു പറയത്തക്കവണ്ണമുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അവരോട് എങ്ങനെയാണ് രക്ഷിക്കപ്പെടാൻ പറയുന്നത്? പത്രോസിനെ പൗലോസ് അപ്പോസ്തലൻ ശാസിക്കുന്ന ഒരു കാര്യം ഗലാത്യ ലേഖനത്തിലുണ്ട്. പത്രോസിനോട് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: യഹൂദനായ നീ ജാതികളുടെ മര്യാദ പ്രകാരം ജീവിച്ചിട്ട് ആ ജാതികളോട് യഹൂദന്റെ മര്യാദ പ്രകാരം ജീവിക്കാൻ നീ ഉപദേശിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതായത് യഹൂദനായ പത്രോസ് ജാതികളോട് കൂടെ തിന്നു കുടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ജാതികളുടെ മര്യാദ പ്രകാരം പത്രോസ് ജീവിച്ചിട്ട് ജാതികളോട് രക്ഷിക്കപ്പെടാൻ പത്രോസ് പറഞ്ഞു. അതിന് പൗലോസ് പത്രോസിനെ വഴക്ക് പറഞ്ഞു. അപ്പം ഇതുപോലെയാണ് നമ്മൾ ജാതികളുടെ മര്യാദ പ്രകാരം നമ്മൾ ജീവിക്കുന്നു, എന്നിട്ട് നമ്മൾ ജാതികളോട് രക്ഷിക്കപ്പെടാൻ പറയുന്നു. ഇതൊരു വിരോധാഭാസമാണ്. നാം ജാതികളുടെ മര്യാദ പ്രകാരം ജാതികൾ ചെയ്യുന്നത് പോലെ, ലോകം ചെയ്യുന്നത് പോലെ, ലോകക്കാർ സ്നേഹിക്കുന്നത് പോലെ നാം ചെയ്യരുത്.
അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അവരോട് രക്ഷിക്കപ്പെടാൻ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളൂ? അപ്പം അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം വിശുദ്ധന്മാരാണ്. വിശുദ്ധന്മാരായ ദൈവജനം അശുദ്ധമായ മൃഗങ്ങളെ സ്നേഹിക്കുകയും ഈ ലോകത്തിലുള്ള രക്ഷിക്കപ്പെടാത്തവരുടെ മര്യാദ പ്രകാരം ജീവിക്കുകയും ചെയ്യരുത് എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ ഇന്ന് കണ്ടുവരുന്ന ആ കാര്യം ഓർക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വളരെ ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ പറയുന്നത്. സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ എന്നാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് അങ്ങനെയാണ്, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ. അപ്പൊ സഹോദരനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം ഈ അശുദ്ധ മൃഗത്തെ സ്നേഹിക്കുന്ന സന്ദർഭങ്ങൾ ഞാൻ പലപ്പോഴും കണ്ടതുകൊണ്ട്, പലരിലും കണ്ടതുകൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. സഹോദരന്മാരെ, അത് ദൈവം വിശുദ്ധീകരിച്ചു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതിന് സ്നേഹമുള്ളത് കൊണ്ടോ അതിന് നന്ദി കാണിക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ടോ അത് വീട് കാക്കും എന്നുള്ളത് കൊണ്ടോ ഒന്നും നമ്മൾ പട്ടിയെയും അതുപോലെ തിന്നാൻ കൊള്ളാവുന്നത് കൊണ്ട് പന്നിയെയും ഒന്നും നമ്മൾ വളർത്തി ലോകത്തിൻ്റെ മര്യാദ അനുസരിച്ച് ജീവിക്കാതെ ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിലുള്ള അല്ലെങ്കിൽ വിശുദ്ധിക്കും വേർപാടിനുമുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ലോകം നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ നാം ലോകക്കാരെ പോലെ ആകാതെ നാം ദൈവപ്രകാരം ജീവിക്കുന്നവരാണ് എന്ന് അവർക്ക് ബോധ്യം വരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാവണം. അത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആ മാറ്റമുണ്ടെങ്കിൽ വലിയ വലിയ കാര്യങ്ങളിലും ആ മാറ്റം ഉണ്ടാവും. നമ്മൾ ലഘുവായ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ അവയെ അവഗണിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ദ്യമായി അശുദ്ധമായി ഗണിക്കപ്പെട്ടതിന് നമ്മൾ പരിഗണിക്കരുത്, ദൈവം അവഗണിച്ചതിന് നമ്മൾ പരിഗണിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. മറിച്ച് ദൈവം പരിഗണിച്ചവരെ നമ്മളും പരിഗണിക്കണം, അവരെ നമ്മൾ അവഗണിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വിശുദ്ധന്മാരായ ദൈവമക്കളുടെ ഇടയിൽ അശുദ്ധമായ മൃഗങ്ങളെ വളർത്തുകയും ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.